ഇതാ വരുന്ന ഗർഡർ, ഒരു ട്രെയിൻ വരുന്ന പോലെയാണ് ഗർഡർ വരുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നല്ലൊരു രസകരമായ ഒരു കാഴ്ചയാണ് ഇത് വരുന്നത് കാണാനേ. കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 2 എണ്ണത്തിന്റെ മുകളിൽ മാത്രമാണ് വെക്കാനുള്ളത്. അതപ്പോ ഗർഡർ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് പൊക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലപ്പുറം കൂരിയാടാണ്. കൂരിയാട് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. വളരെ കുറഞ്ഞ വർക്കുകളാണ് ഇനി ചെയ്യാനുള്ളത്. ഗർഡറിന്റെ വർക്കുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കാനുണ്ടായിരുന്നത്. അതിന്റെ വർക്കുകൾ ഏകദേശം പകുതിയോളായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശദമായ കാഴ്ചകളിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ കൂരിയാട് ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ. കൂരിയാട് കണ്ടില്ലേ, വർക്ക് നടക്കുന്നോണ്ട് വലിയ ബ്ലോക്കാണ് ഇവിടെ. വളരെ ദൂരത്തില് ബ്ലോക്ക് ഉണ്ട്. നമ്മളെ പാലത്തിന്റെ ഓപ്പോസിറ്റ്, പനമ്പുഴ പാലത്തിന്റെ ഓപ്പോസിറ്റ് വരെ കാണാം വാഹനങ്ങൾ ഇങ്ങനെ ബ്ലോക്കിൽ കിടക്കുകയാണ്. വളരെ പതുക്കെ മാത്രമാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് വർക്ക് നടക്കുന്ന ആ ഭാഗത്തുള്ള ഇത് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് ഒരു വാഹനം തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇവിടെ റോഡ് ക്ലോസ് ആക്കിയിട്ടുണ്ട്. ഇതുവഴിയുള്ള സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലാക്കിയിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ ഇവിടെ അങ്ങോട്ടുള്ള ഈ ഭാഗത്തുള്ള റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ ഗർഡർ ലോഞ്ചിങ് നടക്കുകയാണ്. അതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കൂരിയാട് എന്നുള്ള പുതിയൊരു അപ്ഡേറ്റ്. അപ്പൊ ഇനി വളരെ കുറഞ്ഞ ഭാഗത്താണ് ഗർഡർ ലോഞ്ചിങ് ചെയ്യാനുള്ളത്. 1, 2, 3 ഭാഗങ്ങളിൽ മാത്രമാണ് ഗർഡർ ലോഞ്ചിങ് വരാനുള്ളത്. അപ്പൊ നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം ഇനി ബാക്കിയുള്ള ഭാഗത്തൊക്കെ എങ്ങനെയാണ്. അപ്പൊ ഇവിടെ ക്രെയിനുകളൊക്കെ 3, 4 ക്രെയിനുകളൊക്കെ റെഡിയാണ്. ക്രെയിനുകൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണാം നമുക്ക്. ഓരോ ഇതിന്റെ മുകളിലും ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ മുകളിലൊക്കെ ആളുകൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങള് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ. കോഴിക്കോട് വരുന്ന വാഹനങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ സൈഡിലൂടെ ഇപ്പൊ വാഹനങ്ങൾ കടത്തി വിടുന്നില്ല. ആ ഭാഗത്ത് നമ്മൾ കണ്ടില്ല. ആ ക്രെയിനിന്റെ അപ്പുറത്തൊരു ക്രെയിൻ ഉണ്ട്. ആ ക്രെയിനാണ് നടു റോഡിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ കൂരിയാട് എന്നുള്ള ഇപ്പോഴുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റ്. വളരെ വേഗത്തില് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇനി വളരെ കുറഞ്ഞ ഭാഗത്താണ് ഇനിയുള്ളത്. അപ്പോൾ ടോള് പിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ വെട്ടിച്ചിറ ടോൾ പ്ലാസയില് ക്യാഷൊക്കെ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസ വരുന്നത് വെട്ടിച്ചിറയിലാണ്. അതിന്റെ ഭാഗത്തുനിന്ന് കാശൊക്കെ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കോഴിക്കോട് ഭാഗത്തും വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. മലപ്പുറം ഭാഗത്തും വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അതിന്റെ മുന്നത്തേനെ ടോള് പിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതുവഴി ഇങ്ങനെ യാത്ര ചെയ്യാൻ തന്നെ പ്രയാസമാണ്. ഇതിന്റെ മുകളിലൊക്കെ വർക്ക് നടക്കുന്നോണ്ട് ഏത് സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ എന്തെങ്കിലും തലയിൽ വീണാൽ തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാവും. റിസ്കി ആയിട്ടുള്ളൊരു വർക്കൊക്കെയാണ് നടക്കുന്നത്. അതുപോലെ നമ്മൾ വർക്ക് ഇവിടെ വീഡിയോ എടുക്കുന്നതൊക്കെ വലിയ റിസ്കിലാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്കും കമൻ്റൊക്കെ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ കൂരിയാട് എന്നുള്ള പുതിയ കാഴ്ചകൾ. ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ഗർഡറുകൾ വെച്ച് കഴിഞ്ഞു. ഇനി അപ്പുറത്തെ 1, 2 ഭാഗത്ത് മാത്രമാണ് ഗർഡർ വെക്കാനുള്ളത്. അതിനു വേണ്ടിയാണ് ഈ വണ്ടി ഇവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ വെച്ച ഭാഗത്ത് നിന്ന് കാണാൻ നമുക്ക് ഇനി അങ്ങോട്ട് പോയി അടുത്ത വരുമ്പോൾ ഇവിടെ ഷീറ്റ് വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഷീറ്റ് വർക്ക് ചെയ്യുന്നത് നമ്മൾ വടകര ഭാഗത്ത് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെയുള്ള ഷീറ്റുകളല്ല, സിമെന്റ് സ്ലാബുകളാണ് കൊടുക്കുന്നത്. ഇവിടെയൊക്കെ പെട്ടെന്ന് വർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഷീറ്റുകളാണ് കൊടുക്കുന്നത്. ഒരു പക്ഷേ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ഈസിയായ വർക്ക്. പെട്ടെന്ന് ഷീറ്റ് വെക്കുക, അതിൻ്റെ മുകളിൽ കമ്പി ഒക്കെ കൊണ്ടുവന്നിട്ട് വെൽഡ് ചെയ്യുക, പിന്നെ കോൺക്രീറ്റ് ചെയ്യുക. വാഗാർഡ് കമ്പനി വളരെ
റിസ്കി ആയ വർക്കാണ് എടുക്കുന്നത്, വളരെ ടൈം എടുക്കുന്ന വർക്ക്. അതുകൊണ്ടായിരിക്കാം അവരുടെ വർക്കൊക്കെ വളരെ സ്ലോവിലാവുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും ഷീറ്റ് വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ. മറ്റേത് സിമെൻ്റൊക്കെ ഇതുപോലെ സെറ്റ് ആവാനൊക്കെ ടൈം എടുക്കും. സ്ലാബുകൾ ഉണ്ടാക്കിയതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ ഒരു സ്ലാബ് കൊണ്ടുവന്നിട്ട് ആ സ്ലാബിൻ്റെ മുകളിലാണ് വീണ്ടും കോൺക്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ടൈം എടുക്കുന്നത് അതുകൊണ്ടായിരിക്കാം. വാഹനങ്ങൾ ഇവിടെയും ചെറിയ ബ്ലോക്കുകളൊക്കെ ആയിട്ടുണ്ട്. ആ ഭാഗത്ത് എന്തോ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വാഹനങ്ങളെ. ഷട്ടർ എടുത്ത് മാറ്റുകയാണ്. ഷട്ടർ എടുത്ത് മാറ്റുന്നതുകൊണ്ടാണ് ഇവിടെ വാഹനങ്ങൾ നിർത്തിയിരിക്കുകയാണ്. വളരെ വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട്. നമ്മളെ മലപ്പുറം കൂരിയാട് എല്ലാ ഇതിൻ്റെ മുകളിലും വർക്കേഴ്സ് ഉണ്ട് കേട്ടോ. 1 2 3 4 5 6 7 ഭാഗങ്ങളിൽ 7 പില്ലറിന്റെ ഭാഗങ്ങൾ ജോയിന്റ് ആയിട്ടുണ്ട്. ഇനി 2 തല ഭാഗത്ത് വരുന്ന ഭാഗത്ത് ചെറിയ രീതിയിലുള്ള 2 ഭാഗത്തല്ല ബ്ലോക്ക് ഗർഡറുകൾ വെക്കാനുണ്ട്. ഇതാണ് പാലത്തിന്റെ ഒരു ഫുൾ വ്യൂ ആയിട്ട് കാണിക്കാൻ ഞാൻ. ഇത്രയും ഭാഗത്ത് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു 2 എണ്ണത്തിന്റെ ഭാഗം മുകളിൽ മാത്രമാണ് വെക്കാനുള്ളത്. അതാണ് ഫസ്റ്റ് നമ്മൾ കണ്ടത്. പിന്നെ ഇവിടെ നിന്ന് എങ്ങനെ നോക്കുകയാണെങ്കിൽ മുന്നോട്ട് പോയാൽ അവിടെ 2 ഭാഗത്ത് വെക്കാനുണ്ട്. ബാക്കി എല്ലാ ഭാഗത്തും വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിൽ വരുന്ന ഈ ഭാഗം എക്സ്ട്രാ ആയിട്ടുള്ള ഭാഗമാണ് ആദ്യം അവർ വാർക്കുന്നത്. കാണാൻ നമുക്ക് ഒരു ഫുട്പാത്ത് പോലുള്ള ഒരു ഭാഗം. അപ്പോൾ ഇവിടേക്കൊന്നും അങ്ങനെ വെച്ചിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് വർക്കുകളാണ് വരുന്നത്. ആ ഷീറ്റുകളാണ് ഇപ്പോൾ അവർ മുകളിൽ നിന്ന് ഇറക്കുന്നുണ്ട്. ചില ഭാഗത്ത് പുതുതായിട്ട് ഷീറ്റുകൾ വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളാണ് അവിടെ ചെയ്യുന്നത്. അതായത് ഫുട്പാത്ത് ആൻഡ് ക്രാഷ് ബാരിയർ അങ്ങനെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർക്കേഴ്സ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നു. മുകളിൽ കുറച്ച് പേര് അതുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ക്രെയിനിൽ നിന്നിട്ടാണ് എല്ലാ വർക്കുകളും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബ്ലോക്കുകളൊക്കെ ഉണ്ടാകുന്ന ഈ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തു കൊടുക്കുക. ആ ഒരു കാരണത്താൽ വളരെ വേഗത്തിൽ എന്നാലും വർക്കുകൾ നടക്കുന്നുണ്ട്. ഇനി ആ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് സ്ലാബിന് വർക്ക് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരു എക്സ്ട്രാ ആയിട്ട് കുറച്ച് ഭാഗമൊക്കെ മണ്ണിട്ട് നിരത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവഴിയും വാഹനങ്ങൾക്കൊക്കെ കടന്നു പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ സൈഡിൽ ഇനി എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ വണ്ടി പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇതുവഴി വാഹനങ്ങളെ കടത്തി വിടാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചതാണ്. ഈ ഭാഗം കുറച്ച് നിരപ്പാക്കിയിട്ടുണ്ട്. പാടത്തിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് കയറി നിൽക്കുന്നുണ്ട് മണ്ണ് നിരത്തിയത്. അപ്പോൾ പാലത്തിൻ്റെ ഉൾവശത്തേക്ക് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ മുന്നോട്ട് വരുന്ന ഈ ഭാഗത്ത് ഇവിടെ കാണാൻ ഷീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി കോൺക്രീറ്റ് ചെയ്തോന്ന് അറിയില്ല കേട്ടോ. മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ഇവിടുന്ന് കാണുന്നില്ല. ഇവിടെ വലിയൊരു ക്രെയിനും കാണാം നമുക്ക്. ഇവിടെ വെള്ളം നനയ്ക്കാനുള്ള ടാങ്കർ ലോറി കാണുന്നുണ്ട്. അവർ ടാങ്കറിൽ കൊണ്ടുവന്ന് വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട്. വലിയ ഒരു സൈഡിൽ നിന്ന് വെള്ളം ഒഴുകി പോകാനുള്ള വലിയ ഹോളുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. താഴ്വശമൊക്കെ ഇപ്പോൾ ഒരു ഗ്രൗണ്ട് പോലെ ആയിട്ടുണ്ട്. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോയിട്ട്. അപ്പൊ ഇനി ഇതിന്റെ താഴ്വശത്തൊക്കെ ആളുകൾക്ക് വന്നിരിക്കാനും മറ്റുള്ള എന്തെങ്കിലുമൊക്കെ തുടങ്ങാനൊക്കെ പറ്റും. ഇനി ഇവിടെ ഭാവിയിൽ എന്താണ് ആവാന്ന് അറിയില്ല കേട്ടാ. ചിലപ്പോൾ വലിയ തട്ടുകടകൾ ഹോട്ടലുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇനി ഇവിടെ ഒരു വലിയ മാറ്റം തന്നെ ആയിരിക്കും. ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഭാഗത്തും കുറച്ച് ഭാഗത്തൊക്കെ ഷീറ്റ് വർക്കാണ്. ഷീറ്റ് വർക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. മുൻവശത്തുള്ള ഗർഡറുകൾ വെക്കാനുള്ള തയ്യാറെടുപ്പുകളാണ്. അതിൻ്റെ മുകളിലുള്ള ഓരോ ചെറിയ ചെറിയ കട്ടകളുണ്ട്. ആ ഇരുമ്പ് കട്ടകളൊക്കെ വെച്ച് ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന തോടിന്റെ ഓപ്പോസിറ്റ് ഒരു 2 പില്ലർ വരുന്നുണ്ട്. ആ പില്ലറിന്റെ വർക്കുകൾ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. പക്ഷെ അവിടെ ഇനിയും ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട്.
ഇതുപോലെ കട്ട വെച്ച് ഉയർത്താനുള്ള അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇവിടെ എന്തിനാന്ന് അറിയില്ല. കുറെ ഈ കരിങ്കല്ല് കൊണ്ടുവന്ന് കൂട്ടി ഇത് കാണുന്നുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞൊരു സമയം വന്ന സമയത്തും ഈ കരിങ്കല്ലൊക്കെ ഇവിടെ കിടന്നിന്ന് ഇത് ഒന്നും ചെയ്തതായി കാണുന്നില്ല. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇനി എവിടെയെങ്കിലും ഇങ്ങനെ കല്ല് പതിച്ച് വെക്കാറുണ്ട്. ഈ മണ്ണ് ഇളകി പോകുന്ന സ്ഥലങ്ങളിൽ, വെള്ളമൊക്കെ ഒഴുകി പോകുന്ന സ്ഥലങ്ങളിൽ. ഇവിടെ പിന്നെ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെയാണ് ഇനി ഇത് വെക്കുക എന്നറിയില്ല കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെ കുറെ കരിങ്കല്ല് കൂട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ പഴയ പാലം. പഴയ പാലത്തിൻ്റെ ഭാഗമൊക്കെ പൊളിച്ച് ഒഴിവാക്കി ഇനി ഇത് എങ്ങനെയാണ് ഇതിൻ്റെ മുകളിലേക്ക് ജോയിന്റ് ചെയ്യുന്നത് എന്നുള്ള വർക്കുകളൊന്നും അറിയില്ല. അത് വരുമ്പോഴേ അറിയുള്ളൂ. ഇവിടെയൊക്കെ ഇതാണ് ഇവിടെയുള്ള തോട്. ഇതൊരു 3 ഭാഗമായിട്ട് ഇങ്ങനെ വർക്ക്. ഇനി ഒരു ചെറിയൊരു പാലം കൂടെയാണ്. ഇതൊരു ചെറിയൊരു പാലാണ്. ഇത് പാലത്തിന്റെ മുകളിൽ ഉള്ളൊരു ഭാഗമാണിത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫുൾ ഫില്ലർ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഫുൾ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഗർഡർ വെക്കുന്നതിന് മുന്നേ ഉള്ള ഒരു സ്റ്റാൻഡുകൾ സെറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് വരാനുള്ളത്. അപ്പോൾ ഇത് ഈ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഒരു ഫില്ലർ വരുന്നത്. അതിൻ്റെ മുകളിലൂടെയാണ് ഗർഡർ വരുന്നത്. അപ്പോൾ വലിയൊരു ഗർഡർ കാരം വരിക. അപ്പോൾ അപ്പുറത്ത് ഒരു ക്രെയിനൊക്കെ കാണുന്നുണ്ട്, ഒരു മണ്ണ് നീക്കുന്ന വണ്ടി. അപ്പോൾ അവിടെ ഇനി ഒരു മതിൽ വരാനായിരിക്കും. കോൺക്രീറ്റ് മതിലോ അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലുള്ള കട്ടകളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മതിലായിരിക്കും അധികം വരാൻ സാധ്യത ഉള്ളത്. മണ്ണ് ഇങ്ങോട്ട് മറിഞ്ഞു വീഴാതിരിക്കാനുള്ള അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരാനുണ്ട്. അധികം വൈകാതെ തന്നെ ഇവിടെയൊക്കെ വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട്. കൂടുതൽ വൈകുമെന്ന് തോന്നുന്നില്ല. വളരെ കൂടുതൽ വർക്കേഴ്സിനെയൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുവഴിയാണ് വാഹനങ്ങൾ കടത്തിവിടാത്തത്. കണ്ടില്ലേ, ഈ ഭാഗം ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ഇതാ വരുന്ന ഗർഡർ. ഒരു ട്രെയിൻ വരുന്ന പോലെയാണ് ഗർഡർ വരുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നല്ലൊരു രസകരമായ ഒരു കാഴ്ചയാണ് ഇത് വരുന്നത് കാണാനേ. അപ്പൊ മുൻവശത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ആ ഭാഗത്താണ് ഇനി വെക്കാനുള്ളത്. അപ്പൊ ഒരു എന്താ പറയാ, JCB പോലത്തെ ഒരു വാഹനത്തിൽ കെട്ടി വലിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇവിടെ ഒരു കാറൊക്കെ പോകുന്നുണ്ട്. എങ്ങോട്ടാണ് ഇനി പോകാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ. കാറുകാരൻ വഴി തെറ്റിപ്പോയതാണെന്നാണ് സംശയം. അവിടെ പോകാൻ പറ്റുമെന്നും തോന്നില്ല. ആ ഭാഗത്തേക്കൊക്കെ ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. ഇപ്പോൾ ഗർഡർ വന്നതോടെ ക്രെയിനുകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എടുത്തു വെക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ഗർഡർ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് പൊക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഇത് കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിൽ. അതിനു വേണ്ടിയുള്ള വർക്കുകളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. 2 ക്രെയിൻ ഉണ്ട്. ഒന്ന് ഫ്രണ്ടിൽ, ഒന്ന് ഇവിടെ കാണാം നമുക്ക്. വളരെ കൂടുതൽ സമയം എടുത്ത് ചെയ്യുന്ന ഒരു വർക്കും കൂടെയാണ്. അതുകൊണ്ട് അവർ നല്ല പ്ലാനിങ്ങിലും തയ്യാറെടുപ്പിലും കൂടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് റോഡൊക്കെ ബ്ലോക്കാക്കി വെക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ആ ഭാഗത്തേക്കാണ് ഇത് വെക്കുന്നത്. അതിനു വേണ്ടിയാണ് ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ വലിയ റോപ്പിൽ ഇത് കുടുക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ പൊക്കി വെക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പൊക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ പൊക്കിയിട്ടുണ്ട്. കാണാം നമുക്ക്. ആ ട്രോളിയിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ട്. ഇതാ പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട്. രണ്ട് ഭാഗം ഒരേ അളവിലാണ് അവര് പൊക്കുന്നത്.
മുകളിലെത്തി ഏകദേശം ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ പൊസിഷനിലേക്ക് എത്തിക്കാലായിരിക്കാം. തിരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങോട്ട്. ആ ഭാഗത്തേക്കാണ് വെക്കാനുള്ളത്. ആ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ കട്ടാക്കിയാണ് എടുക്കുന്നുണ്ട് കേട്ടോ. കുറേ സമയം എടുക്കുന്ന വർക്കാണ്. വളരെ സ്ലോവിലാണ് അവര് ചെയ്യുന്നത്. ഏകദേശം കറക്റ്റ് പോയിന്റിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അവിടെ അതിന് താഴെയുള്ള ഒരു ഇരുമ്പ് കട്ട അതൊക്കെ റെഡിയാണ്. അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം. ഇവിടെ താഴെ കാണാം വർക്കേഴ്സ്. ഇതിൻ്റെ അടുത്ത് ആ ഭാഗത്ത് ഒരാളുണ്ട്. അവര് വീണ്ടും താഴ്ത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവരിങ്ങനെ മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ക്രെയിൻ ഓപ്പറേറ്റർമാർക്ക് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന്. ഇവിടെ താഴെയുള്ള വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ആ ഭാഗത്താണ് കൂടുതൽ താഴ്ത്തിയിട്ടുള്ളത്. ഇതാ ഇവിടെ എത്താറായി. വളരെ പതുക്കെ വെക്കാഞ്ഞാൽ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഷെയ്ക്ക് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെ വളരെ ശ്രദ്ധയോടെയാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ അതിന്റെ വർക്കേഴ്സ് എന്തോ അതിന്റെ മുകളിൽ നിന്ന് ഇരുമ്പിന്റെ കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടായിട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ കാണാൻ ഇപ്പൊ തുറന്നു കൊടുത്തിട്ടുണ്ട്. ആ സൈഡിൽ കൂടെ ഈ ഭാഗത്തേക്ക് വീണ്ടും വാഹനങ്ങളെ കടത്തി വിടാൻ തുടങ്ങി. ഇവിടെ ചെറിയ രീതിയിൽ കടത്തി വിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് പോവുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്താണ് വാഹനങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഈ വർക്ക് നടക്കുന്ന ഭാഗത്തെ വീണ്ടും ടേൺ ചെയ്ത് ഇങ്ങനെ ഇടത് സൈഡിലേക്ക് വീണ്ടും കടത്തി വിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഭാഗത്ത് തുടക്കം വരുന്ന ആ ഭാഗത്തൊക്കെ വലിയ ബ്ലോക്കായിരുന്നു. ബ്ലോക്ക് ആയത് കാരണം വാഹനങ്ങൾ വളരെ കൂടുതലുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ മലപ്പുറം കൂരിയാട്. അപ്പോൾ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. വീണ്ടും കാണാം പുതിയൊരു വീഡിയോയിൽ. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.